എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചക്കപ്പഴമാണ്. അത്യാവശ്യം നല്ലപോലെ പഴുത്ത വരിക്കച്ചക്കയുടെ പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 ചക്കപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മുഴുവനോട് കൂടിയുള്ള ചക്കപ്പഴം ഒരു 15 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ കുരുവൊക്കെ റിമൂവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു ചക്കയുടെ സീസണിൽ നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചക്കപ്പഴമൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ എന്താ ചക്കപ്പഴമെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഷേപ്പ് കാര്യങ്ങളും നോക്കണ്ട കേട്ടോ, കാരണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറിലേക്ക് ഈ ഒരു ചക്കപ്പഴമെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പാത്രം അടച്ചു വെച്ച് ഒരു വിസിൽ വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. അത്യാവശ്യം നല്ലപോലെ പഴുത്ത ചക്കപ്പഴം ആയതുകൊണ്ട് തന്നെ ഒരു വിസിൽ വന്നാൽ മതിയാകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വെക്കാതെ കൊണ്ട് വെറുതെ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ചക്കയെല്ലാം അവിടെ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ശർക്കര പാനിയാക്കി എടുക്കണം. ശർക്കര ഇങ്ങനെ പാക് കാച്ചി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ശർക്കരയെല്ലാം നല്ലപോലെ അലുത്ത് വന്നാൽ മതിയാകും. ഒരു നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. തന്നെയല്ല, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൊടിച്ച ശർക്കരയാണ്. ഇതിപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് പൊടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാനിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര എല്ലാം നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. അതിലുള്ള ആ ഒരു അഴുക്കും അതുപോലെ തന്നെ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്ന് വരികിൽ അതൊക്കെ മാറാനായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോഴേക്കും എന്താ നമ്മുടെ ചക്കയെല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വന്നിട്ട് ഒരു വിസിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫാക്കിയതാണ്. അതിനുശേഷം അതിൻ്റെ ആ ഒരു പ്രഷർ മുഴുവനും പോയതിന് ശേഷമാണ് ഞാനിത് തുറന്നിരിക്കുന്നത്. അപ്പോൾ അതാ ചക്കയെല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചക്കയെല്ലാം ആവശ്യത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കരപ്പാനിയെല്ലാം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അട തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തിരുവിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു അടയ്ക്ക് നല്ലൊരു മണവും രുചിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 5-6 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചക്ക ഇതിലേക്ക് നമുക്ക് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ശർക്കരപ്പാനിയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആ ഒരു ചക്ക വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല, ശർക്കരപ്പാനിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അഥവാ ഇനി നമുക്ക് വെള്ളം വേണമെന്ന് വരികിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം ഞാൻ എന്താ ഇതെല്ലാം ഇവിടെ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിൻ്റെ ഒരു മധുരമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി അളന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ദാ ഇവിടെ കുറേശ്ശെയായിട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു മധുരത്തിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം മധുരത്തിലാണ്
ഈ ഒരു അട തയ്യാറാക്കുന്നത്. കൂടുതൽ ഞാൻ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വരികിൽ അതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് വരികിൽ ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചക്കയ്ക്കും അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ 1/2 കപ്പ് ശർക്കരയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരം വേണമെന്ന് വരികിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗോതമ്പ് പൊടി മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് എനിക്കൊരു അല്പം കൂടി വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. പിന്നെ വേണമെന്ന് വരികിൽ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ബാക്കി വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുപാട് അങ്ങനെ ലൂസായി പോകരുത്. ലൂസായി കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന അടയുടെ ടെക്സ്ചറൊക്കെ അങ്ങ് മാറിപ്പോവും. ഈ ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നെയ്യൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ അടയ്ക്ക് നല്ലൊരു മണവും രുചിയൊക്കെ ആയിരിക്കും. അധികമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അട വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അട വന്നിട്ട് ഇലയിലല്ല കേട്ടോ വേവിക്കാൻ പോകുന്നത്. ഒരു ഇഡ്ഡലി തട്ടിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് വീതം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിത് ഇഡ്ഡലി തട്ടിൽ തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഇല എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഇപ്പം നാട്ടിലുള്ളവർക്കും അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ളവർക്കൊക്കെ നമുക്ക് ഇലയൊക്കെ അവൈലബിൾ ആണ് എപ്പോഴും. എന്നാൽ എല്ലാ സമയത്തും ഇലയൊന്നും അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചക്കയൊക്കെ കിട്ടുവാണെന്ന് വരികിൽ അവർക്കും ഇതുപോലെ അടയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഇഡ്ഡലി തട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി തട്ടിൽ ഇതൊന്ന് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഇഡ്ഡലി തട്ടിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ സാധാരണ ചെറിയൊരു പ്ലേറ്റിൽ ഇതുപോലെ നെയ്യ് ഗ്രീസ് ചെയ്തതിന് ശേഷം പ്ലേറ്റിൽ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അട തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ കിണ്ണത്തപ്പമൊക്കെ തയ്യാറാക്കുന്ന പോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു അട വന്നിട്ട് നിങ്ങൾക്ക് ഇലയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. വാഴയിലയിലോ അതുപോലെ തന്നെ വഴണ ഇലയിലോ ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെയാണെന്നൊരിക്കൽ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ചും കൂടി വെള്ളം കുറച്ച് ഉപയോഗിക്കുക. നമ്മൾ രണ്ടാമത് ഒഴിച്ചു കൊടുത്ത ആ ഒരു 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ചൊരു കട്ടിക്ക് തന്നെ നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിട്ട് ഇലയിൽ വെച്ച് അട തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇഡ്ഡലി തട്ടിലെല്ലാം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമെല്ലാം ഇവിടെ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്കിത് നല്ലപോലെ ആവിയിൽ വേവിച്ചെടുക്കണം. ആദ്യത്തെ ഒരു 15 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും അടുത്ത 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ വന്നിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തിയോ ഒക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാവുന്നതാണ്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നോക്കുന്ന പോലെ ഒന്ന് കുത്തി നോക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ചാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ ബാക്കി ബാറ്ററും കൂടി ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതില്ല, ഇനി നല്ലപോലെ തണുത്ത് വരട്ടെ. പിന്നെ ഈ ഒരു അട വന്നിട്ട് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ അടയെല്ലാം ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റാൻ പോവാണ്. ഇതൊന്നും നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. അപ്പം നമ്മൾ ആ ഒരു പ്ലേറ്റിൽ വെച്ച അടയും ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അതും നമുക്ക് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. പാത്രത്തിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ചക്കപ്പഴമൊക്കെ കിട്ടുവാണെന്നരിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.